ഹലോ. ആ സോളമനാ. ഞാൻ മംഗലാപുരത്ത് നിന്ന് കുറച്ച് ദൂരെയാവുള്ളത്. സബ് ഇൻസ്പെക്ടറുടെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും. എന്നാ? രാത്രി നമ്മുടെ ഒരു കണ്ടെയ്നർ ആ വഴിക്ക് വരും. ബാക്കി റൂട്ട് എല്ലാം ക്ലിയറാ. അവിടെ എത്തുമ്പോൾ ഹൈവേ പിടിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടർ നമ്മുടെ ഏരിയ ഒന്ന് നോക്കിക്കൊള്ളണം. ആ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ നോക്കിക്കൊള്ളാം. നമ്പർ എന്നാന്ന് പറ. ആ സാറിനെ കാണാൻ ഒരാള് രാജാക്കാട് സ്റ്റേഷനിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞു. ഒരു ചാണ്ടിക്കുഞ്ഞ്. എവിടെ? എന്നാടാ ഇവിടെ? സാർ അത് താൻ വാ. താൻ കാര്യം എന്നതാന്ന് പറയണം. താൻ ആരോടെങ്കിലും വല്ല വിവരക്കേടും വിളമ്പിയോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാർ. പക്ഷെ അയാൾക്ക് എന്തോ സംശയമുണ്ട്. ആ ഉമ്മച്ചന് കുറച്ചായിട്ട് അയാളെന്റെ പുറകെ തന്നെയാ. അയാള് പുറകെ നടക്കട്ടോ. ഉമ്മച്ചനല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. താൻ വാ തുറന്നാലല്ലാതെ. താൻ ധൈര്യമായിട്ടിരിക്കെ. അതല്ല സാർ, അയാൾ മറ്റു വഴിക്കൊക്കെ എന്നെ നിർബന്ധിച്ച് കാര്യം പറയിക്കാനുള്ള ശ്രമത്തിലാ. മറ്റു വഴിക്കെന്ന് വെച്ചാ? അടുത്ത ആഴ്ച എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചേക്കുവാ. കൊടുക്കാവുന്ന ഏറ്റ സ്ത്രീധന തുകയും സ്വർണവും കൊടുക്കേണ്ടത് മറ്റന്നാളാ. സഹകരണ ബാങ്കിൽ ഞാനൊരു ലോണിന് അപേക്ഷിച്ചിരുന്നു 5 ലക്ഷത്തിന്. നാളെ അത് കിട്ടാവുന്നും വെച്ചതാ. പക്ഷേ ഉമ്മച്ചന്റെ ആൾക്കാരല്ലേ ഭരണസമിതിയിൽ. എന്റെ പേരിലുള്ള ഈ സംശയം വെച്ച് ഉമ്മച്ചൻ അത് ബ്ലോക്ക് ചെയ്യിച്ചു. ലോൺ കിട്ടാനിപ്പം വേറെ ചില നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നാ ബാങ്കുകാർ പറയുന്നത്. നാളെ ഈ പറഞ്ഞ 5 ലക്ഷം കിട്ടിയില്ലേല് കല്യാണം മുടങ്ങും. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാറൊന്ന് മനസ്സ് വെച്ചാൽ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുള്ളൂ? ബാങ്കിലോ ഭരണസമിതിയിലോ എനിക്ക് അങ്ങനെ ഹോൾഡൊന്നും ഇല്ലല്ലോ. അതല്ല സാർ, എങ്ങനെയാലും ഒരു 5 ലക്ഷം രൂപ എനിക്ക് തരണം. സാറ് വിചാരിച്ചാൽ നടക്കും. എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. താൻ എന്നതായി പറയുന്നത്? ഈടോ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എവിടെ നിന്നുണ്ടാക്കാനാ? എന്ന് പറഞ്ഞാ എന്റെ അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നടത്താൻ ഒത്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യയെ വഴിയുള്ളൂ. രണ്ടു ദിവസം മുമ്പ് ഉമ്മച്ചൻ ഒരാളെ വിട്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ. ലോൺ പാസ്സാക്കി തരാൻ അയാൾ വിചാരിച്ചാൽ പറ്റും. വേറെ സഹായങ്ങൾക്കും അയാൾ റെഡിയാ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഡെന്നീസിന്റെ ശവം എന്ത് ചെയ്തെന്ന് ഞാൻ അവരോട് പറയണം. എനിക്ക് എന്റെ മോളുടെ കല്യാണം നടത്തണം സാർ. അതിനൊന്നെങ്കിൽ സാറ് സഹായിക്കണം, അല്ലേല് ഞാൻ നേരെ പോയിട്ട് ഉമ്മച്ചനെ കാണേണ്ടി വരും. സാറ് ചുമ്മാ ശോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംഭവം വെളിയിലായാൽ സാറ് മാത്രമല്ല ഞാനും തൂങ്ങേണ്ടി വരും. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ തൂങ്ങാനും ഞാൻ റെഡിയാണ്. സാറൊന്ന് ശാന്തമായിട്ട് ആലോചിക്ക്. ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് നാളെ വൈകിട്ടത്തേന് കാശുമായി അങ്ങ് എത്തിയാൽ മതി. താൻ പോയിക്കോ. കാശ് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ അങ്ങ് എത്തിച്ചേക്കാം. ഞാൻ പോകാം, പക്ഷേ നാളെ സാറ് വാക്ക് മാറ്റി പറയരുത്. നിർത്തണോ? സോളമൻ പിഴയാ, ഭൂലോക പിഴയാ. പക്ഷെ സോളമൻ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കേ ഉള്ളൂ. താൻ ചെല്ല്. നാളെ കാശ് കിട്ടിയില്ലേ സോളമൻ ജീവിച്ചിരിപ്പില്ലെന്ന് കൂട്ടിക്കോ. സാറെന്താ ഈ വഴിക്ക്? സാർ ഇരിക്കെ. സാറിനെന്താ ഒരു ടെൻഷൻ പോലെ? പറയാം. ഞാനൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. തനിക്കോ അബൂബക്കർ ഹാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റണം. പണമായിട്ടോ പ്രത്യോപകാരമായിട്ടോ ഞാൻ തിരിച്ചു തരും. ഒരു 5 lakhs. അബൂബക്കർ ഹാജി എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. 5 lakhs എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ. എനിക്കറിയാം, അതൊരു ചെറിയ എമൗണ്ട് അല്ല. പക്ഷെ അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നും എനിക്കറിയാം. എന്നാര് പറഞ്ഞു സാർ? 24 മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് 10 രൂപ ഉണ്ടാക്കാൻ. നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി. അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ? പിന്നെ
സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി, പക്ഷെ പണം എപ്പോഴും പണം തന്നെയാ. അവിടെ സ്നേഹവും ഇല്ല, സെന്റിമെന്റ്സും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ. ഷെറീഫെ, സംസാരിച്ച് കളയാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, യെസ് ഓർ നോ, കാശ് കിട്ടുവോ ഇല്ലയോ? ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് സാറിനത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്ക് അബൂബക്കർ മുതലാളിയോട്. ഷെറീഫെ, കാര്യമൊക്കെ ശരി തന്നെ. തന്റെ ഉപ്പ അബൂബക്കർ ഹാജി എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. അതൊരു വിശ്വാസം. അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ? അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, അതായത് നിയമത്തിന്റെ വഴി. അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിയിട്ട് ഈ സ്റ്റേഷനിൽ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന്? അത് കള. ഈ കസേരയെ ഞാൻ ഉണ്ടേ ഞാൻ ഭരിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ അറക്കൽ അബൂബക്കർക്കോ മോനോ ഒരു സംശയവും വേണ്ട. പക്ഷെ അകത്താക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ. അതിന് ഇനിയും വഴി കിടക്കുമല്ലയോ? മിനിമം ഒരു 1.5 കോടിയുടെ മുതലുണ്ടാ വണ്ടിക്കകത്തെന്ന് എനിക്കറിയാം. അപ്പോ അതിന് തക്ക ഒരു തുക കിട്ടണം. അത് മുതലാളി ഒന്ന് വിളിച്ച് പറ. എത്ര കിട്ടണം? 25 എന്ന് വെച്ചാ 25 ലാഖ്. അത് കിട്ടി ആലോചിക്കാം. 25 രൂപ ഇല്ലാതെ ഈ ലോറി ഞാൻ ഇറക്കിക്കൊണ്ട് പോകും. കാണോ? നീ കൊണ്ടുപോകല. നിന്റെ ഉപ്പ അറക്കൽ അബൂബക്കർ ഹാജി ചിലപ്പോ കൊണ്ടുപോയിന്നിരിക്കും. പക്ഷെ അത് കൊണ്ടുപോയി അനുഭവിക്കാൻ അയാൾക്കൊരു അനന്തരാവകാശം ഉണ്ടാകത്തില്ല. ലോറി ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. ഹലോ, സബ് ഇൻസ്പെക്ടറാ? ഞാൻ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. എവിടെ ഉണ്ട് ഇപ്പോ? ഞാനിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ. കാര്യം പറഞ്ഞു. എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. നിങ്ങൾ ലോറി വിട്. രാവിലെ ചരക്ക് അവിടെ എത്താനുള്ളതാ. ലോറി ഞാൻ വിടാം. പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെറീഫിനോട് പറഞ്ഞിട്ടുണ്ട്. 10 പൈസ അതിൽ നിന്ന് കുറയല്ല. ഒന്ന് ഇതുവരെ വന്നാ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. എന്തേ? ഞാൻ വരാം. പക്ഷെ മുതലാളി സോളമനെ കളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വരീം. നേരും നിറയും ഒന്നുമില്ലാത്ത ബിസിനസ്സായത്. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ജയിക്കാൻ എന്ത് വഴിയും നോക്കും. അതിന് ഇന്ന വഴിയെന്നൊന്നുമില്ല. പക്ഷെ തോറ്റു എന്നുറപ്പായാൽ പിന്നെ കളിക്കാൻ നിൽക്കരുത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം. അതാ ഓനില്ലാണ്ടായി പോയത് എന്റെ ചെക്കന്. ഇതാ 25 ലക്ഷം തികച്ചുമുണ്ട്. നേരത്തെ ചോദിച്ചപ്പോ 5 തന്നിരുന്നെങ്കിൽ ഇപ്പൊ 20 ലാഭമായനെ. പറഞ്ഞിട്ട് കാര്യമില്ല. 25 തികച്ചും പോണമെന്നായിരിക്കും അറക്കൽ അബൂബക്കർ ഹാജിയുടെ വിധി. പോകാൻ വരട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തിട്ട് പൊക്കോളി. പിള്ളേ, ഞാനാ. വണ്ടി വിട്ടേക്ക്. വേണ്ടൊന്നും വേണ്ട, ഞാൻ വരാം. എന്നാ ഇറങ്ങിക്കോളി.
ഇറ്റ്സ് എ മിറാക്കിൾ സാർ. ഡോക്ടേഴ്സിന് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന, അല്ലെങ്കിൽ ഏതോ മുജ്ജന്മ പുണ്യം. അതല്ലാതെ മെഡിക്കൽ സയൻസിന്റെ കഴിവല്ലാന്നാ പറയുന്നത്. എത്രയും പെട്ടെന്ന് നല്ല സ്റ്റേറ്റ്മെന്റ് എടുക്കണം. എന്നിട്ട് FIRന്റെ ഒരു കോപ്പി എന്റെ ഓഫീസിൽ എത്തിക്കാൻ സുരേഷിനോട് പറയൂ. സർ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നാ കേട്ടത്. അതിന് മാത്രം വെട്ടും കുത്തും ഉണ്ടായിരുന്നു അത്ര ശരീരത്തില്. ഇത്തവണ എണ്ണം കുറച്ച് കൂടിയെന്നേ ഉള്ളൂ. വെട്ടും കുത്തും മൂപ്പർക്ക് പുതിയൊരു കാര്യമൊന്നുമല്ലല്ലോ. വേറെ എവിടുന്ന് വന്ന ഗ്യാങ് എന്നാ പറയുന്നത്. ഏതോ മുൻവൈരാഗ്യം ആ സ്റ്റേഷനിലുള്ളപ്പോഴാണത്രേ. അതല്ല, അബൂബക്കർ ഹാജി ആൾക്കാർ വന്നാ കേൾക്കുന്നത്. സത്യം എന്താന്ന് പഠിച്ചോന്ന് മാത്രം അറിയാം. അങ്ങനെയാണെങ്കിലേ ഇത് ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇനി ഉണ്ടാവും ബാക്കി. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്നല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ സബ് ഇൻസ്പെക്ടർ സോളമന്റെ ചലനങ്ങളൊന്നും ഞാൻ അറിയാതെ പോയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങ് ഇടുക്കിയിലോട്ട്, അതും രാജാക്കാട്ടിലേക്ക് തന്നെ കെട്ടിയെടുക്കാനുള്ള എന്റെ ശ്രമം ഏതാണ്ട് കര കണ്ട് തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോ ഈ ജീവച്ഛമായി കിടക്കുന്ന തന്നെ കൈ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം. ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പഴയ ചോരത്തിളപ്പുള്ള സോളമനായി തന്നെ നിന്നെ എനിക്ക് കിട്ടണം. ആ പിന്നെ പത്രത്തിൽ നീ ഒരുപക്ഷെ അറിഞ്ഞു കാണും, നമ്മുടെ ചാണ്ടിക്കുഞ്ഞ് തൂങ്ങിച്ചത്ത കാര്യം. പാവം, തൂങ്ങിച്ചത്താണോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നൊക്കെ ആർക്കറിയാം. പക്ഷേ ചങ്കുറപ്പുള്ളവനായിരുന്നു. മോളുടെ കല്യാണം മുടങ്ങിയിട്ടും ചത്തുപോകുന്നവരെ ബോധ്യമായിട്ടും അവനതെന്നോട് പറഞ്ഞില്ല. ദയാനിക്കരുത്, ഒട്ടും ഇമോഷണൽ ആകുകയും ചെയ്യരുത്. ഇതൊരു തുടക്കം മാത്ര. ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു. ആ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അടുത്ത ആഴ്ച തിരുവനന്തപുരത്തിന് പോകുമ്പോ ഞാൻ ഹോം മിനിസ്റ്റർ ഒന്ന് കാണും. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കും. നാടിളക്കി ഒരു പ്രക്ഷോഭം. ഒരു പോലീസുകാരന്റെ ജീവനോട് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാതുള്ളത്? ദീപ് സാറിനെ കണ്ടപ്പോഴാ പറഞ്ഞേ, എഴുന്നേറ്റ് നടക്കാറായി ഇത്രേ. കൂടി വന്ന ഒരാഴ്ച, അതിനുള്ള ആസ്പത്രി വിടുന്നാ പറഞ്ഞേ. ആസ്പത്രി വിട്ടാലും പഴയ പോലെ ഉച്ചിലൊന്നും ഉണ്ടാവില്ല. അമ്മാരി കിട്ടലല്ലേ കിട്ടിയേ. കിട്ടാണ്ട് നിൽക്കോ? മുട്ടിയത് ആരോടാ? അബൂബക്കർ ഹാജിയോടെ. മൂപ്പറിന് ഏറെ കാലമൊന്നും ഇവിടെ ഉണ്ടാവില്ല. എവിടെയെങ്കിലും സ്ഥലം മാറിപ്പോണായിരിക്കും നല്ലത്.
അടിക്കാനും തൂക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ മാറി മാറി ഇവിടെ ഉണ്ടാവും. എന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. സുരേഷ് സാർ ഇന്നലെ പറഞ്ഞതാ, നാട്ടിലേക്കോ മറ്റോ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നടക്കും. അല്ല, ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, സാറിന്റെ സൗകര്യം. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പകരം ചോദിക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല. എന്റെ ചോര വീണ മണ്ണായത്. ഈ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ എങ്ങോട്ടുമില്ല. എല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോയിക്കോട്ടെ സാർ. ആ, താൻ നിക്ക്. കുറച്ചു നേരം ഞാനും സെറ്റിൽ ആയിക്കോട്ടെ. ഞാൻ പോകുന്നില്ല. ഹബീബ് എന്ന സ്റ്റേഷനിലേക്ക് ഇല്ലേ, രാത്രിയാകുമ്പോൾ ഒരാളിങ്ങ് വരണം. ശരി സാർ. ആ